ഹായ് ഗായ്സ്, മലയാളത്തിൽ കൊറിയൻ പഠിക്കുന്നതിൻ്റെ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പാർട്ട് 1ൻ്റെ എൻഡിൽ ഞാൻ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പാർട്ട് 1ൽ കൊടുത്ത വേർഡ്സ്. ഇത് ഊയു, ഊയു എന്ന് പറഞ്ഞാൽ മിൽക്ക്. ദോശി, സിറ്റി. ഖാസു, സിംഗർ. ഈസ, ഡോക്ടർ. ഒമോനി, മദർ. അബോജി, ഫാദർ. മീസോ, സ്മൈൽ. നാഭി, ബട്ടർഫ്ലൈ. റാഡിയോ, റേഡിയോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ വോവൽസ് ആൻഡ് ഡബിൾ കോൺസണൻസും അതെങ്ങനെ വായിക്കാം, അതെങ്ങനെ കമ്പൈൻ ചെയ്യാം, പിന്നെ അത് വെച്ചിട്ടുള്ള വേർഡ്സും ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ടോട്ടൽ 11 ഡബിൾ വോവൽസ് ആണുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ കൊറിയനിൽ കോൺസണൻറ്റിൻ്റെ സൈഡിൽ വോവൽസ് എഴുതിയിട്ടും താഴെ വോവൽസ് എഴുതിയിട്ടുമാണ് നമ്മൾ സെൻറ്റൻസസ് ഉണ്ടാക്കുന്നത്. പിന്നെ അതുമല്ല, ഡബിൾ വോവൽസ് നമ്മൾ നേരത്തെ പഠിച്ച സിംഗിൾ വോവൽസ് കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും എങ്ങനെയാണ് വായിക്കുന്നത് നോക്കാം. ഇത് വായിക്കുന്നത് എ എന്നാണ്. 2 ലൈൻ വരുമ്പോൾ വൈ പ്രൊനൗൺസിയേഷൻ വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എ. ഇത് വായിക്കുന്നത് എ. 2 ലൈൻ വരുമ്പോൾ എ. ഇതും സെയിം പ്രൊനൗൺസിയേഷനും ഇതും സെയിം പ്രൊനൗൺസിയേഷനാണ്. നിങ്ങളത് വലിയ ബോധർ ചെയ്യേണ്ട. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഏതിൻ്റെ കൂടെ ഏത് എ ആണ് വരുന്നതെന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ലൈനിലോട്ട് പോവാം. ഇത് വായിക്കുന്നത് വേ. O+E, വേ. ഓക്കെ, ഇനി ഇത് വായിക്കുന്നത് വാ. ഇത് വായിക്കുന്നത് വേ. ഇത് വായിക്കുന്നത് വി. വോ. ഇതും വേ. ഇത് ഓക്കെ, വേ വേ വേ. 3 വോവൽസ് നമുക്ക് വേ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. ബാക്കിയൊക്കെ ഡിഫറെൻ്റ് ആണ്. ഈ മേലുള്ള 4 എണ്ണം ഇതിൻ്റെ കൂടെയും ഈ താഴെയുള്ള 7 എണ്ണം ഇതുപോലെയാണ് നമ്മൾ എഴുതുക. കോൺസണൻറ്റിൻ്റെ താഴെയും കോൺസണൻറ്റിൻ്റെ റൈറ്റിലുമായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓരോന്നും എങ്ങനെയാണ് എഴുതുന്നതെന്നും വായിക്കുന്നതെന്നും 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എ. ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം, ടോപ്പ് ടു ബോട്ടം. നെക്സ്റ്റ് എ. നെക്സ്റ്റ് വൺ എ. Next one, A. Way. Next, wa. Way. Next, wo. Next, we. Left to right, top to bottom, top to bottom. Next one, way. The last one is നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ കോൺസണൻസ് ആണ്. ഈ ഒരു 5 സിംഗിൾ കോൺസണൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇതിന്നാണ് ഡബിൾ കോൺസണൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ഉണ്ടാക്കിയിട്ടുള്ള ഡബിൾ കോൺസണൻ്റ് ആണ് ക്ക്. ഇതിൻ്റെ പേര് സങ് കിയോ. സങ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഡബിൾ എന്നാണ്. ഇനി അടുത്തത് ത്. ഇത് സങ് തിഗ്. ഇനി ഇത് പ്. സങ് പീപ്. സങ് സ്യൂത്. ഇത് സങ് ചിയോത്. ഇനി നമുക്ക് ഓരോ ഡബിൾ കോൺസണൻറ്റും വായിക്കുന്നത് എങ്ങനെയാണ്, എഴുതുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് വൺ ക്ക് ക്ക്. ഇത് ഇംഗ്ലീഷിൽ 2 കാ ഇട്ടാലുള്ള പ്രൊനൗൺസിയേഷനും മലയാളത്തിൽ ക ക. ത് ത്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ 2 ടി ഇട്ടാലുള്ള പ്രൊനൗൺസിയേഷനും മലയാളത്തിൽ നമ്മളുടെ ത തത്താല് ത. അടുത്തത് പ്. ഇത് നമുക്ക് ഇങ്ങനെയും എഴുതാം. ഓക്കെ, ഇത് 2 പി ഇട്ടാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷനാണ് മലയാളത്തിൽ പ പ. അടുത്തത് ഇതിൻ്റെ പ്രൊനൗൺസിയേഷന് ഇംഗ്ലീഷിൽ 2 എസ്, മലയാളത്തിൽ 2 സാ ഇട്ടാൽ. ഇംഗ്ലീഷിൽ നമ്മളൊരു എക്സാമ്പിൾ പറയാം, കാരണം ഇത് ഇത്തിരി ട്രിക്കിയാണ്. ഇതിൻ്റെ ഇത് വരുന്നത് സൺ എന്നുള്ളതിലുള്ള സായും മറ്റേ നമ്മളുടെ സിംഗിൾ കോൺസണൻ്റ് ആണെങ്കിൽ സ്റ്റാൻഡിങ്ങിലെ സായുമാണ്. ഓക്കെ, അവസാനത്തെ ഡബിൾ കോൺസണൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇംഗ്ലീഷിൽ നമുക്ക് വേണമെങ്കിൽ ച എന്ന് എഴുതാം, മലയാളത്തിലാണെങ്കിൽ ച ച. ഇനി നമുക്ക് ഡബിൾ കോൺസണൻസും ഡബിൾ വോവൽസും വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മളുടെ വേർഡ് എന്ന് പറയുന്നത് ഇതെന്താണ്? സ. ഇത് ദ. അപ്പോൾ വായിക്കുന്നത് സദാ. ഇനി ഇത് നമ്മളുടെ K-ഡ്രാമ കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഇത് വായിക്കുന്നത് ചിഞ്ച ചിഞ്ച. ഇവിടെ ഈ ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടില്ല, താഴത്ത് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമ്മൾ ലേറ്റർ ആയിട്ട് പഠിക്കും. ഇപ്പോഴത്തേക്ക് ഇത് വായിക്കുന്നത് ചിഞ്ച ചിഞ്ച. നെക്സ്റ്റ് വേർഡ് ഇത് വായിക്കുന്നത് ഫ എ. ഇത് 2 പി. ഇത് ഇത് പപ്പദ പപ്പദ. ഇത് മാ പ്ലസ് ഓ. ഇത് ആർ ഐ. ഇത് ഇപ്പൊ പഠിച്ച ത ഐ മോരിത്തി. ഇനി ഇത് ഇപ്പൊ പഠിച്ചിട്ടുള്ള ക. ഇത് നമ്മൾ പഠിച്ച എ. ഇനി ഡി ആ കേദ കേദ. ഇനി ഇതിൻ്റെ അർത്ഥം സദ എന്ന് പറഞ്ഞാൽ ചീപ്പ് ചീപ്പ്. ചിഞ്ച റിയലി. പപ്പദ ബിസി. മോരിത്തി ഹെയർ ബാൻഡ്. കേദ ടു ബ്രേക്ക്. ഇവിടെ നമുക്ക് ഈ ഒരു വോവൽസ് വെച്ചിട്ടുള്ള വേർഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് സാന്ന് ആണെന്ന് നമുക്കറിയാം. ഇത് എ. ഓക്കെ, എ. അപ്പോൾ വായിക്കുന്നത് സേ. സേ എന്ന് പറഞ്ഞാൽ പക്ഷി. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇതിന് പ്രൊനൗൺസിയേഷൻ ഇല്ല, അടുത്ത അതിൻ്റെ വവൽ പ്രൊനൗൺസിയേഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. സോ എ പ്ലസ് ഇതെന്താണ്? ഗ പ്ലസ് ഇ. ഏഗി. ഏഗി എന്ന് പറഞ്ഞാൽ ബേബി. ഇനി ഇതെന്താണ് വായിക്കുക? ഇത് ന ആണെന്ന് നമുക്കറിയാം. ഇനി ഇത് ഇവിടത്തെ എ. നേ. ഇനി ലാസ്റ്റ് വൺ ഇതെന്താ വായിക്കുക? ഇത് എ പ്ലസ് പ ആണ് നമ്മൾ പഠിച്ചു, പി. ഓക്കെ, ഇത് ഇത് ഡി ആ. എപ്പുദ എപ്പുദ. എപ്പുദ എന്ന് പറഞ്ഞാൽ പ്രിറ്റി. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ സിംഗിൾ കോൺസണൻറ്റും സിംഗിൾ വോവൽസും എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലപോലെ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് ഇതാണ്. ഇതെന്താണ്? ഹ. അപ്പോൾ ഇവിടെയുള്ള ഇത് വേ. സാ എസ് പ്ലസ് ആ സാ. അപ്പോൾ ഇത് വായിക്കുന്നത് ഹ്വേസ ഹ്വേസ. ഹ്വേസ എന്ന് പറഞ്ഞാൽ കമ്പനി. ഇനി ഇത് ഗ ആണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ കൂടെ ഉള്ളത് വാ. ഇതിൻ്റെ കൂടെ ഉള്ളത് ജെ പ്ലസ് ആ. ഖ്വാജ ഖ്വാജ.
ഇതിന് പ്രൊനൗൺസിയേഷൻ ഇല്ല, അപ്പോൾ ഇതിൻ്റെ പ്രൊനൗൺസിയേഷനാണ് എടുക്കുക. അപ്പോൾ അതെന്ന് പറയുന്നത് വേ എന്നാണ്. അപ്പോൾ വേ എന്ന് പറഞ്ഞാൽ വൈ. ഇതിൻ്റെ അർത്ഥം ഞാൻ പറയാൻ മറന്നുപോയി. ഖ്വാജ എന്ന് പറഞ്ഞാൽ സ്നാക്സ് ആണ്. ഓക്കെ, സ്നാക്സ്. ഇത് എസ്. ഇതെന്താണ്? വി. ഇനി ഇതിവിടെ ഡി പ്ലസ് ആ. ശ്വേത എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കുക, ടു ടേക്ക് റെസ്റ്റ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ കമ്പൈൻ ചെയ്ത് വായിക്കുന്നത്. ഇത് നിങ്ങളൊന്നും കൂടെ കണ്ടിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. ഇതെന്താണ് വായിക്കാൻ? നമ്മൾ നേരത്തെ ഇൻക്ലൂഡ് ചെയ്തതാണ്. വേ. ഇത് ആർ പ്ലസ് ഒ, റോ. ഇനി ഇതാണ് നമ്മളുടെ ഇവിടെയുള്ള വോ. അപ്പോൾ വേരോവോ. വേരോ എന്ന് പറഞ്ഞാൽ ലോൺലി. ഇത് ഇവിടെയുള്ള ഇത് വേ. ഇത് രണ്ടും കൂടെ ചേരുമ്പം ഇ. ഇത് ടി. ഇത് ഓ. വെയ്ത്തോ. വെയ്ത്തോ എന്ന് പറഞ്ഞാൽ വെയ്റ്റർ. ഇത് വായിക്കുന്നത് ഇതിൻ്റെ അതേ പ്രൊനൗൺസിയേഷൻ. അപ്പം ഇ. ജെ പ്ലസ് ആ. ഈജ. ഈജ എന്ന് പറഞ്ഞാൽ ചെയർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ കമ്പൈൻ ചെയ്ത് വായിക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള വേർഡ്സ്. ഓരോ വേർഡ്സും എങ്ങനെയാണ് വായിക്കുക, എങ്ങനെയാണ് എഴുതുക, അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ ഗായ്സ്, ഇന്നത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ. ഐ നോ ഡബിൾ കോൺസണൻസ് ആൻഡ് ഡബിൾ വോവൽസ് കുറച്ച് ട്രിക്കിയാണ്. പക്ഷെ നിങ്ങളുണ്ടല്ലോ കുറച്ചുകൂടെ പഠിക്കുമ്പോൾ, കുറേ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നും എങ്ങനെയാണെന്ന് വായിക്കാനും മനസ്സിലാവും, എഴുതാനും മനസ്സിലാവും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആവും. ഓക്കെ, സോ നിങ്ങൾ പേടിക്കേണ്ട. പ്രാക്ടീസ് ചെയ്ത് ഓർത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡബിൾ കോൺസണൻസും ഡബിൾ വോവൽസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പം എഴുതാനും വായിക്കാനും ഉള്ള ഏകദേശം എല്ലാ ലെറ്റേഴ്സും പഠിച്ചു കഴിഞ്ഞു. ഏകദേശമല്ല, എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് സിലബൽസ്, സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കണം. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഐ ഹോപ്പ് ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.